എന്തായാലും സിനിമാക്കാരെല്ലാവരും എമ്പുരാനിട്ട് പണി കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഒരു മറുപടിയുമായി എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ മോഹൻലാലിന്റെ കണ്ണുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വരവിനെ കുറിച്ച് പറയുകയാണ്. അവന്റെ കണ്ണുകളിലേക്ക് നീ ഉറ്റുനോക്കിയാൽ നരകത്തിന്റെ ആഴങ്ങളിൽ തീജ്വാലകൾ കത്തുന്നത് നിനക്ക് കാണാൻ കഴിയും. അബ്രഹാം സ്റ്റീഫൻ ഓവർലോഡ്. ഇന്നത്തെ വരവും അങ്ങനെ തന്നെയാണ്. എമ്പുരാനെ പലരും കൂട്ടം ചേർന്ന് തകർക്കാൻ നോക്കുന്നെങ്കിലും എല്ലാം തിരിച്ചുവരവിന്റെ പാതയിലേക്കാണ് പോകുന്നത്. എമ്പുരാന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് വരാൻ പോകുന്ന പോസ്റ്ററിലും സ്റ്റീഫനും ഖുറേഷി അബ്രഹാമും ഒരുമിച്ച് എത്തിയേക്കും. സിനിമാ തർക്കം അവസാനിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ എമ്പുരാനെതിരെയും മോഹൻലാലിനെയും ആന്റണി പെരുമ്പാറിനെയും പൃഥ്വിരാജിനെയും എതിരെയൊക്കെ ഒരു പ്രതികാര നടപടി എന്ന പോലെയാണ് ചേംബർ ഇറങ്ങിത്തിരിച്ചത് എന്ന് കാണേണ്ടതായിരുന്നു ഇന്നേ ദിവസം രാവിലെ വന്ന വാർത്തകൾ. മലയാള സിനിമാ മേഖലയിലെ തർക്കം കൈവിട്ട കടിയിലേക്ക് നീങ്ങുന്നു എന്നായിരുന്നു പറഞ്ഞു വെച്ചത്. സിനിമാ സമരം സംബന്ധിച്ച് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തുടങ്ങിയ പരസ്യ ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരുന്നു. ഒരു വശത്ത് ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും അടക്കമാണെങ്കിൽ മറുവശത്ത് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും താരസംഘടനയായ അമ്മയുമാണ്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാനെ ലക്ഷ്യമിട്ടാണ് നിർമ്മാതാക്കൾ പുതിയ നീക്കം നടത്തുന്നത് എന്നതാണ് സൂചനയായി ലഭിച്ചത്. സിനിമാ മേഖലയിൽ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജൂൺ 1 നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംഘടനാ തീരുമാനം അല്ലെന്നടക്കം ആരോപിച്ച് ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതോടെ പ്രശ്നം വഷളായി. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവർ ഈ പോസ്റ്റിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു. അടുത്ത സുഹൃത്തുകൂടിയായ സുരേഷ് കുമാറിനെ തള്ളി മോഹൻലാൽ അടക്കം രംഗത്ത് വന്നത് നിർമ്മാതാക്കളെ ആകെ അങ്കലാപ്പിലാക്കിയിരുന്നു. താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിന് എതിരെയും എമ്പുരാന്റെ ബജറ്റ് സംബന്ധിച്ചും സുരേഷ് കുമാർ പ്രസ്താവന നടത്തിയതാണ് കാര്യങ്ങൾ വഷളാക്കിയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന അമ്മയുടെ യോഗത്തിലും സിനിമാ സമരത്തിന് എതിരായാണ് നിലപാട് ഉയർന്നത്. ചിലരുടെ പിടിവാശിയാണ് സമരത്തിന് പിന്നിലെന്ന് താരസംഘടന ആരോപിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒടുവിലാണ് എമ്പുരാനെ ഉന്നം വെച്ചുള്ള ചരടുവലികളും ഒരു വശത്ത് അരങ്ങേറുന്നതും. സിനിമാസ്വാദകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ മാർച്ച് 27 റിലീസ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം നിർമ്മാതാക്കൾ സൂചനാ പണിമുടക്ക് നടത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വന്നതും. തിയേറ്റർ ഉടമകളുടെ അടക്കം പിന്തുണ സമരത്തിന് ഉണ്ടെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഇതോടെ 27 എമ്പുരാൻ റിലീസ് തടസ്സപ്പെടുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക. എന്നാൽ ആരാധകരും ഒരു വശത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അന്ന് ഒടിയൻ റിലീസായ സമയത്ത് ഹർത്താലായിരുന്നു. അന്ന് പ്രേക്ഷകർ ഒടിയനോട് കാണിച്ച ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അന്ന് എല്ലാം തകിടം മറിയുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് എമ്പുരാനെയും ഈ ഒരു അവസരത്തിൽ ആരാധകർ ഏറ്റെടുക്കുന്നത്. തുടറാ പാക്കലാം എന്നൊക്കെ പറഞ്ഞ് ആരാധകർ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ഒരു രണ്ട് ചേരിതിരിവ് പോലെ സംഭവിച്ചിട്ടുണ്ട് ആരാധകർക്കിടയിലും. എമ്പുരാൻ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ ഹൈപ്പോടുകൂടി തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് ഈ പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു നീക്കം കൂടി ആന്റണി പെരുമ്പാവൂരിനെയും എമ്പുരാനെയും ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം. മാർച്ച് 25 ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറിന്റെ അനുമതിയോടെ വേണം എന്ന് വ്യക്തമാക്കി ഫിയോക്ക് അടക്കമുള്ള സംഘടനകൾക്ക് ചേംബർ കത്തയച്ചിരിക്കുകയാണ്. 27 മുമ്പ് റിലീസ് ചെയ്യാനിരിക്കെ 25 മുതലുള്ള ചിത്രങ്ങൾക്ക് പുതിയ നിബന്ധന കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും ആന്റണി തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രശ്നപരിഹാരത്തിന് ആന്റണി പെരുമ്പാവൂരുമായി ചർച്ച നടത്തേണ്ട കാര്യം ഇല്ലെന്നും സിനിമ നിർത്തണം എന്ന് തീരുമാനിച്ചാൽ നിർത്തുക തന്നെ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗം കൂടിയായ ആന്റണി പെരുമ്പാവൂർ സംഘടനാ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. 7 ദിവസത്തിനകം നൽകണം, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നേക്കും. ഇങ്ങനെ ഒരു രൂക്ഷ സാഹചര്യം നിൽക്കുമ്പോഴാണ് സിനിമാ തർക്കം അവസാനിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നൽകുന്നതും. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചു. ഇതിന് പിന്നാലെ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. മാർച്ച് മാസത്തിൽ ഫിലിം ചേംബർ ഒരു പണിമുടക്കിനും തീരുമാനിച്ചിട്ടില്ലെന്നും തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ എന്നും ചേംബർ പ്രസിഡന്റ് വാർത്താമാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. സിനിമാ സമരത്തിൽ കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ ജി സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ഉണ്ടായ സാഹചര്യം ആന്റണി പെരുമ്പാവൂർ BR ജേക്കബിനോട് വിശദീകരിച്ചിരുന്നു. എമ്പുരാന്റെ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശമാണ് തന്നെ വേദനിപ്പിച്ചതെന്ന് ആന്റണി അറിയിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ആലോചിച്ചതിന് ശേഷമായിരുന്നു തന്റെ പോസ്റ്റ് എന്നും ആന്റണി പറഞ്ഞിരുന്നു. എമ്പുരാൻ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശം സുരേഷ് കുമാർ തിരുത്തിയത് ചൂണ്ടിക്കാട്ടിയ ചേംബർ പ്രസിഡന്റിനോട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാനുള്ള സന്നദ്ധതയും ആന്റണി അറിയിക്കുകയായിരുന്നു. തർക്കം ഉടൻ തീരുമെന്ന് ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് വാർത്താമാധ്യമത്തോട് പറഞ്ഞത്. എമ്പുരാൻ സിനിമയുടെ പ്രതികാര നടപടിക്ക് ഇല്ലെന്നും ചേംബർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഒരാഴ്ചക്കകം എല്ലാം പരിഹരിക്കുമെന്നാണ് ഫിയോക്ക് അറിയിച്ചിരിക്കുന്നത്. വിഷയം സർക്കാരുമായി ചർച്ച ചെയ്യാൻ എല്ലാ സംഘടനകളും ഒരുമിച്ച് സമീപിക്കും.